ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഫുഡ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഇന്നൊരു സൺഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി സമയം 9:30 വരെ. എന്നാൽ പിന്നെ എഴുന്നേറ്റേക്കാന്ന് ഓർത്ത് ഞാനങ്ങ് എഴുന്നേറ്റു. യേശു എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഈ ആഴ്ച ഞാനും യേശു മാത്രമേ ഉള്ളൂ. മണി വീട്ടിൽ പോയേക്കുവാണ്. മണി ഇന്ന് പോയിട്ട് തിരിച്ച് വരത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്ന് ഹോസ്റ്റലിലെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഉപ്പുമാവും ഏത്തക്കയുമാണ്. രാവിലെ അത് എല്ലാവരും ഒന്നും കഴിക്കത്തില്ല, കാരണം സൺഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് 10 മണി വരെ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഉപ്പുമാവും 2 ഏത്തപ്പഴവും. നമ്മുടെ രേശു കിടന്നുറങ്ങുന്നത് കണ്ടോ, നല്ല ഉറക്കത്തിലാണ്. 10 മണിയായി. 10 മണിയല്ല, സമയം 11 മണിയാവാറായി. സുഖനിദ്രയിലാണ് ഗൈസ്. രേശു എഴുന്നേറ്റ് കേട്ടോ ഗൈസ്. ഇത് രേശു എഴുന്നേറ്റ്. സ്നേഹമോള് പള്ളിയിൽ പോയിട്ട് വന്നേക്കുവാണ്. വിനീത വീണ്ടും കിടന്നു. സമയം 11 മണിയായി. ഹായ്. നമ്മളിപ്പോൾ സൺഡേയില് സ്വാഭാവികമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ്, കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾക്കും അല്ല ഇവിടെ എല്ലാ ദിവസവും ആളുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനൊക്കെ ഉള്ളു. അതൊക്കെ അപ്പൊ തന്നെ അലക്കാനാണെങ്കിൽ സാധാരണ കുളിയൊക്കെ കഴിഞ്ഞാൽ മെയിനായിട്ട് സൺഡേ ഏതെങ്കിലും സിനിമ കാണും. പിന്നെ 12 മണി വരെ കിടന്ന് ഇറങ്ങിയിട്ട് എണീക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഇച്ചിരി രാവിലെ ചിലപ്പം എണീക്കത്തുള്ളൂ ചില ദിവസങ്ങളില്. പിന്നെ ഞങ്ങൾ 12 മണിയാകുമ്പോൾ സിനിമയൊക്കെ കണ്ട് അന്നത്തെ ദിവസം സിനിമ കാണുമ്പോഴേ ഒരു 2.25 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അങ്ങനെ പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പുറത്തു പോയി. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുഡ് കഴിക്കാനൊന്നും പുറത്തു പോകുന്നില്ല. ഇന്ന് മണി വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിക്കും. അത് കാരണം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിനാണ് പോകുന്നത്. അവിടെ കുറേ നാളായി പോയിട്ട്, ഒരു വട്ടം അവിടെ പോയിട്ടുള്ളൂ. അത് കാരണം ഇന്ന് അവിടെ പോവാണ്. അവിടെ പോയി വൈകിട്ട് വീണമോളും ഉണ്ടായിരിക്കും ഓഫീസിൽ നിന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു മണി വരും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഫുഡ് മണി കൊണ്ടുവന്ന ഫുഡിലോട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തീരും. ഇവിടെ ഒരാൾ സിനിമ കണ്ടുകൊണ്ട് കിടപ്പുണ്ട്, നരിവേട്ട. ഞങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സിനിമകളൊന്നും നിലവിലില്ല. ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കയറി എന്തെങ്കിലും കണ്ടുകൊണ്ട് കിടക്കണം. അപ്പം ഇന്ന് ഫുള്ള് ചുമ്മാ കിടപ്പായിരിക്കും. പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല, കാരണം നല്ല മഴയാണ്. ഉണ്ണിക്ക് ഉറക്കം പോകാതെ രാവിലെ ചാടി എണീറ്റുകൊണ്ട് ഉറക്കത്തിലിട്ടും പോയിട്ടില്ല. എൻ്റെ ഉറക്കം ഞാൻ മൊത്തം കഴിഞ്ഞിട്ട് എണീറ്റ്. എനിക്ക് നല്ല സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങി. ആകപ്പാടെ ഞായറാഴ്ച ദിവസം മാത്രം ഉറങ്ങാൻ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓഫീസിലോട്ടൊക്കെ രാവിലെ എണീക്കാൻ നേരത്ത് ഒരു 8 മണിയാകുമ്പോൾ എണീക്കണം. എൻ്റെ പൊന്നെ, എന്തൊരു കഷ്ടപ്പെട്ട് എണീക്കുന്നതെന്ന് അറിയാം. അപ്പം നമുക്കൊരു ഞായറാഴ്ച സൺഡേ ഒക്കെ കിട്ടണമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. സൺഡേ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ണിക്കൊണ്ട് ഉറക്കമില്ല. പക്ഷെ ഞാൻ ഉറങ്ങോട്ടെ, ഞാൻ രാവിലെ എണീക്കത്തേ ഇല്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. അതെ, എന്നാലും 9 മണി വരെയൊക്കെ ഉറങ്ങട്ടോ. അതെ. അപ്പൊ ഞങ്ങളുടെ സൺഡേയിലെ പരിപാടി ഇതൊക്കെയാണ്. ഇനി ഈ വ്ളോഗില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഉച്ചക്ക് എന്താണ് ഉണ്ണി? ബിരിയാണി. യെസ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും ഫുള്ള് മഴയാണ്. സന്തോഷം. അതെ, ഞായറാഴ്ചത്തെ സന്തോഷം. ഉച്ചക്കത്തെ ബിരിയാണി. അതെ, നേരത്തെ എനിക്ക് തണുക്കുന്ന പോലില്ല. ഉണ്ണി നോക്കുമ്പോൾ പുതപ്പൊക്കെ പോയി കിടക്കുന്നു. മഴ കാണിച്ചു തരാം. ഇത് കണ്ടോ, നിൽക്കാതെ പെയ്യുന്ന മഴയാണ്. എപ്പം തൊട്ട് തുടങ്ങിയതാണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയിട്ടില്ല, അത് കാരണം എനിക്കറിയില്ല. ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. ഇനി തെന്നി വീഴാതെ ഇതിലൂടെ ഇറങ്ങി പോകണം. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഇവിടെ പാത്രം വെക്കുന്ന സ്ഥലമാണ്. ഉണ്ണിമോൾ ഇത് എനിക്കുള്ള പാത്രം ആദ്യം എടുത്തുകൊണ്ട് പോയി കഴുകുന്നുണ്ട്. എന്നിട്ട് നമ്മളവിടെ ഫുഡ് ക്യൂ നിൽക്കാനല്ല, കാരണം പിള്ളേരൊക്കെ വരുന്നുള്ളൂ കഴിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ 12:45 കഴിക്കാൻ പോയായിരുന്നു. എന്നിട്ട് ഉണ്ണിമോൾ ഇത് പീസൊക്കെ നോക്കി മേടിക്കുന്നുണ്ട്, വലിയ പീസ് നോക്കി തന്നെ. നല്ല ഫുഡാണ്. ഞായറാഴ്ചത്തെ ബിരിയാണി ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ്, അതായത് ഹോസ്റ്റലിലെ ഏറ്റവും ഫേവറേറ്റ് സംഭവം
സൺഡേ ഉള്ള ബിരിയാണിയാണ്, ഉച്ചക്കത്തെ ബിരിയാണിയാണ്. ബിരിയാണി എന്ന് പറയുമ്പം നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സൈസ് ബിരിയാണിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു തമിഴ്നാടൻ സ്റ്റൈൽ ബിരിയാണിയാണെന്നാണ് തോന്നുന്നത്. നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, കഴിക്കാനൊക്കെ നല്ല രസമാണ്. ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചുറ്റിനും ഇരുന്ന് കഴിക്കുന്ന സമയമാണ്. ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ ഞങ്ങൾ ലേറ്റായിട്ട് എണീറ്റ് വരാറുള്ളൂ. എല്ലാവരും ഇരുന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരുന്ന് കഴിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ലേറ്റായിട്ടേ വരാറുള്ളൂ. ബിരിയാണി ആയതുകൊണ്ട് ഇന്ന് ഒത്തിരി ഒന്നും മിണ്ടലും കാര്യങ്ങളൊന്നും ഇല്ല. ബിരിയാണിയിലാണ് എല്ലാവരുടെയും കോൺസെൻട്രേഷനും. എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണി അടിപൊളിയായിരുന്നു ഗൈസ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രസ്സൊക്കെ വിരിക്കുന്ന സ്ഥലമാണിത്. ഉണ്ണി കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ട് നേരെ നിവർത്തിയിടുമായിരുന്നു. ആ പുറത്ത് കിടക്കുന്ന ഡ്രസ്സ് പകുതി ചിലതൊക്കെ ഞങ്ങളുടേതാണ്, നനഞ്ഞ് കിടക്കുകയാണ്. അല്ലല്ല അമ്മേ, ഭയങ്കര എരിവുണ്ട് ഗൈസ്. ബിരിയാണിക്കാണൊരു നല്ല എരിവാണ്. കണ്ണാടി മൊത്തം എന്താണ് ലിപ്സ്റ്റിക്ക്, മറ്റേ ഐലൈനർ, അങ്ങനെ ഓരോന്ന് വരച്ച് വെച്ചേക്കുവാണ്. പോയിട്ട് ഇനി കുറച്ച് നേരം ഫോണിലൊക്കെ തോട്ടി കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് കാണിക്കാം. അതിനിടയ്ക്ക് മണി വരുന്നുണ്ട് ഫുഡ് അങ്ങനെ. അപ്പം അമ്പലത്തിൽ പോകാം. അപ്പം കുറച്ച് നേരം പോയി കിടക്കട്ടെ. ഒരാഴ്ചത്തെ അല്ല 3 ദിവസത്തെ ഹോം വിസിറ്റിങ്ങിന് ശേഷം ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ മടുത്തു. എന്നാ എങ്ങനെ ഉണ്ടായിരുന്നു മണി യാത്രയൊക്കെ? ഞങ്ങളിവിടെ സുഖിച്ച് കിടന്നുറങ്ങുമ്പോ വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്തു കഷ്ടപ്പെട്ട്. മണി തന്റെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അതെ, ഇടുക്കി നല്ല തണുപ്പായതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുക്കമാണ്. മണി വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങി. യേശു ഇവിടെ ഒരുങ്ങുന്നു അമ്പലത്തിൽ പോകാനായിട്ട്. മണി ഇവിടെ ഫുഡ് കഴിക്കുന്നു വന്നിട്ട്. മണിക്ക് നല്ല വിശപ്പുണ്ട്. അത്രയും ദൂരം യാത്ര ചെയ്തിട്ടൊക്കെ മണി 12 മണിയായപ്പോ കേറി. അതുകൊണ്ട് മണിക്ക് വിശന്നിട്ട് വയ്യ. അതുകൊണ്ട് മണി ഇതേ വന്നതേ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുക. പുറത്ത് നല്ല മഴയുണ്ട്, പക്ഷെ മഴയ്ക്ക് പിന്നെ പോയിട്ട് വന്നിട്ട് ഈ ഫുഡൊക്കെ കഴിക്കണം. അതെ, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡായിരിക്കണേ. അമ്പലത്തിൽ പോയിട്ട് വരാം. ഞങ്ങൾ കൊടയൊക്കെ ചൂടി ഹോസ്റ്റലിനകത്തൂടെ പോവാണ്. മഴയാന്നേ, വൈകുന്നേരം പോലും തോർന്നിട്ടില്ല, ശകലം പോലും. രാവിലെ തൊട്ട് മഴയാ. അടിഞ്ഞു പൊളിഞ്ഞ മഴയാണ്. പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ട് മഴയാന്ന് വിചാരിക്കാം. അങ്ങനെയാണല്ലോ പറയുന്നേ ശാസ്ത്രം. പോയി കുരുവൊക്കെ എടുത്തറിയാലോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാൻ അമ്പലത്തില്. ബൈ. പാലാരിവട്ടം ജംഗ്ഷനിൽ 2 അമ്പലമാണുള്ളത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകുന്നത് അപ്പുറത്തെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അവിടെയാണ് പോകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, കാരണം സൺഡേ ഞങ്ങളുടെ അത്യാവശ്യം സമയവും കാര്യങ്ങളുണ്ടല്ലോ. അവിടെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. നല്ലൊരു ആംബിയൻസ് ആണ് അമ്പലത്തിൽ, നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ആ പാട്ടൊക്കെ കേട്ട് അതിൽ കൂടെ അങ്ങ് നടക്കാനും അടിപൊളിയാണ്. ആ ഒരു ഈവനിങ് ടൈമിൽ ആ പാട്ടും കാര്യങ്ങളൊക്കെയാണ് അമ്പലത്തിൽ ഇട്ടേക്കുന്നത്. പായസമൊന്നും കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾ അമ്പലത്തിൽ പോയി മനസ്സൊരുക്കി ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിച്ചു. എന്താ ഉണ്ണിച്ചിരിക്കുന്നത്? ഞങ്ങക്ക് ഇതെങ്ങോട്ടാ പോകണ്ടേ? പറഞ്ഞുണ്ട് ഒരു പട്ടി ഓടുന്നത് ഞങ്ങളുടെ നേരെ വരുക. എന്നിട്ട് ഞങ്ങൾ ഇന്ന് ഈ അമ്പലത്തിൽ മാത്രമല്ല പോകുന്നത്, അപ്പുറത്ത് വേറെ ഒരു അമ്പലം കൂടെ ഉണ്ട്. ഇത് അയ്യപ്പൻ്റെ അമ്പലമാണ്. അവിടെ ഉള്ളത് ഇത് ദേവിയുടെ അമ്പലം, അത് അയ്യപ്പൻ അമ്പലം. ശരിയാ, ഇത് ദേവിയുടെ അമ്പലം, അവിടെ ഉള്ളത് അയ്യപ്പൻ്റെ അമ്പലം. അപ്പം ഞങ്ങൾ അങ്ങോട്ടും പോകുന്നുണ്ട്. ഇന്ന് 2 അമ്പലം കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഞങ്ങളിത് തിരിച്ച് റൂമിലോട്ട് പോവാണ്. റൂമിൽ ചെന്നിട്ട് അടുത്ത ഫുഡിങ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട് പോണേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഫുഡീസാണ്. ഏത് സമയവും ഞം 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 എപ്പോഴും തിന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ അങ്ങനെ കിട്ടാനില്ല, സമയത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ സമയത്തിന് മാത്രം ഹോസ്റ്റലിൽ നിന്ന് കഴിക്കും, പിന്നെ അല്ലാതെ പുറത്തുനിന്ന് കഴിക്കും. അങ്ങനെ ഭയങ്കര കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 5 പേരുണ്ട്. അതിനകത്ത് ഞങ്ങൾ 3 പേര് നല്ല ഫുഡീസാണ്. പിന്നെ സ്നേഹമോളും വിനീതമോളും ഒക്കെ കഴിക്കും, എന്നാലും പറയട്ടൊന്നും കഴിക്കത്തില്ല. അങ്ങനെയും പറയാം. ഇന്ന് നല്ല മഴ മൂടിലുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. ഓരോ കാഴ്ചകളൊക്കെ ഉണ്ട്. ഒന്നും കാണാനില്ല, സ്ഥിരം കാണുന്നത് തന്നെയാണ്. പക്ഷെ എന്തായാലും കണ്ടോ ആകാശത്തിൽ. നമുക്കിതൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഫുഡാട്ടോ. ഇത് ലിവർ ഫ്രൈ, ഇത് ചിക്കന്, ഇത് കപ്പ, ചോറ്, പിന്നെ ഉണക്കമീന്, എന്തോ മുട്ട വറുത്തോ, നല്ല ഉപ്പിലിട്ട മാങ്ങ. സൂപ്പർ സാധനം. ഇതാണ് ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഉപ്പിലിട്ട മാങ്ങ ചോടിച്ച് ഉപ്പാണ് പോയത്. ഇങ്ങനെ തിരുപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഫുൾ വീഡിയോ സൺഡേ വ്ലോഗ് ഇവിടെ തീർന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.